ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. അല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്തത് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആക്ച്വലി ഇപ്പോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പായി. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കുറച്ചൊരു മടിയൊക്കെ പിടിച്ചിരിപ്പായി. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ തന്നെ എന്റെ കാലൊന്ന് ചെറുതായിട്ട് ഫ്രാക്ചർ ആയി. അപ്പൊ അതുകൂടി ആയപ്പോ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും എനർജി ഒക്കെ എടുത്തിട്ട് വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഡിലേ അല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ മെയിൻലി നിങ്ങൾ ടൈറ്റിൽ കണ്ടത് പോലെ തന്നെ എന്റെ ഭയങ്കര ഫ്രിസി ഹെയറിനെ എങ്ങനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് ഇത് ഈ ഒരു കോലത്തിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ള കുറച്ച് കുറച്ച് ഞാൻ ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കാം. എന്റെ ഭയങ്കര ഫ്രിസി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു ലെങ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് വളരത്തില്ല. മുമ്പ് ഭയങ്കര സ്പ്ലിറ്റൻസ് വരും, പെട്ടെന്ന് സ്പ്ലിറ്റർ ആയി പോകും. പിന്നെ പോയി കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ലെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഹെയറും. ഞാനൊരു പ്രോപ്പർ എന്റെ ഹെയറിന് ആവശ്യം വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ഹെയർ കെയർ സെറ്റ് ചെയ്ത് ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്കൊന്നും ഞാനിപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് മേളിലായേക്കാം. ആ യെസ്, ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഒരു 1 ഇയറിന് മേളിലായി. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കോംസ് സ്വിച്ച് ചെയ്ത് ഇതേപോലത്തെ വുഡൻ കോംസിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതിന്റെ മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഇതിന്റെ ടിപ്പ്. ഇതിന്റെ ടിപ്പ് ഇങ്ങനെ നല്ല റൗണ്ടഡ് ആയത് കാരണം തന്നെ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജിങ് എഫക്റ്റും കിട്ടും. പിന്നെ അതൊന്ന് മാത്രമല്ല, നമ്മുടെ ഹെയർ ബ്രേക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ്. എന്റെ ഹെയർ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ബ്രേക്കേജ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അടുത്ത് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഹെയർ ബാത്ത് ടവല് മാറ്റിയിട്ട് ഇതേപോലെ മൈക്രോ ഫൈബർ ടവലിലേക്ക് സ്വിച്ച് ചെയ്തു. ഇതിന്റെ കണ്ടോ ടെക്സ്ചർ നല്ല സ്മൂത്ത് ആയത് കാരണം നമ്മൾ ഹെയർ ഡ്രൈ ആക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ ഫ്രഷ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, ഇത് നമ്മുടെ ഹെയർ ഇതും വെറ്റായിട്ടിരിക്കുന്ന ഹെയറിന് ഭയങ്കരമായിട്ട് വെള്ളം നല്ല രീതിയിൽ പെട്ടെന്ന് വലിച്ചെടുത്ത് പെട്ടെന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു എന്റെ സെക്കൻഡ് പർച്ചേസ് ഫോർ മൈ ഹെയർ. ഞാൻ ആക്ച്വലി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് പോയിട്ട് അവിടെ നോക്കുന്നു. അപ്പൊ തേർഡായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഞാൻ എന്റെ ഹെയറിൽ ഒക്ര വാട്ടർ അല്ലെങ്കിൽ ഫ്ലാക്സീഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട്. നമ്മുടെ ഹെയറിന്റെ നല്ല ഫ്രഷ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് ആക്ട് ചെയ്ത് ഭയങ്കര ഒരു സ്മൂത്തിങ് എഫക്റ്റ് ഹെയറിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ കണ്ടിന്യൂസ് ചെയ്യാറുണ്ട്. വീക്ക്ലി വൺസ് ഞാൻ അത് ചെയ്തിരിക്കും. ഒന്നല്ലെങ്കിൽ ഒക്ര വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അടുപ്പത്ത് ഒരു വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് ആ വെണ്ടയ്ക്ക അതിന് മാറ്റിയിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് അതിന്റെ വെള്ളം ഒരു എഫക്റ്റ് വരുന്ന ഒരു വെള്ളം. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ ഹെയറിൽ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് ആക്ട് ചെയ്യും. ഭയങ്കര ഒരു സ്മൂത്തിങ് എഫക്റ്റും കിട്ടും. അതല്ല, സ്കാൽപ്പ് നല്ല നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോ അതെന്തായാലും ഞാൻ വീക്ക്ലി വൺസ് മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫ്രിസിനസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നീ അടുത്ത നോക്കാം. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ പില്ലോ കവേഴ്സ് മാറ്റിയിട്ട് ഇതേപോലെയുള്ള സിൽക്ക് പില്ലോ കവേഴ്സിലേക്ക് സ്വിച്ച് ചെയ്തു. ഇത് ഞാൻ ആമസോണിന്ന് മേടിച്ചാട്ടോ. നല്ലൊരു പർച്ചേസ് തന്നെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിൽക്കി സ്മൂത്ത് ടെക്സ്ചർ ആയത് കാരണം തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഹെയറും ഈ പില്ലോ കവറും തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറവായത് കാരണം തന്നെ ഫ്രിക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ എനിക്ക് ഇഷ്യൂ ആയിട്ട് വേണ്ടി തോന്നിയത്, ആദ്യം എനിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ നോർമലി പില്ലോ കവർ കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു കംഫർട്ടിൽ അത് തന്നെ കിടക്കും. പക്ഷെ ഇതൊരു കൈൻഡ് ഓഫ് എനിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് സ്ലിപ്പറി എഫക്ട്സ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം കുറച്ച് നാള് ബുദ്ധിമുട്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് കംഫർട്ട് ഉണ്ടോ. നമ്മൾ ഹെയറിന് വേണ്ടി ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കംഫർട്ടോടെ വരുന്നതാണ് ആക്ച്വലി. പിന്നെ ഈ ഒരു സാധനം നമ്മുടെ ഹെയർ ക്യാപ്പ് പോലെ വെക്കുന്ന സാധനവും ഇത് എനിക്ക് കോംബോ ആയിട്ട് പില്ലോ കവറിന്റെ കൂടെ കിട്ടിയത് തന്നെയാണ്. ആമസോൺ പർച്ചേസ് ആയിരുന്നു, വർത്ത് പർച്ചേസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് റേറ്റും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. അപ്പോ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് ഈ പില്ലോ കവർ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇത് തലയിൽ വെച്ചിട്ട് കിടക്കും. മുടി കംപ്ലീറ്റ്ലി പിന്നി ഇട്ടിട്ട് ഇതിന്റെ അകത്ത് ആക്കി വെച്ചിട്ട് കിടക്കും.
പിന്നെ എന്റെ നെക്സ്റ്റ് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഞങ്ങൾ മെയിൻലി ട്രാവൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവുന്നുള്ളത്. ഞാനിങ്ങനെ കൂടുതലും ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ അതും കൂടെ കഴിഞ്ഞ് വരുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് പിന്നെ ഓയിലൊക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും അത് മാറി ചേഞ്ച് ചെയ്ത് നോർമൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനമാണ് ആക്ച്വലി ഇത് പേരറാച്ചെല്ലിയുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഞാനിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് സെക്കൻഡ് ബോട്ടിൽ ആവുന്നുണ്ട്. സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ ആക്ച്വലി സാലിസിലിക് ആസിഡും ബയോട്ടിനും ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മളിങ്ങനെ നോർമൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ സ്കാൽപ്പ് കുറച്ചുകൂടി ഡ്രൈ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് അത്രയും ഡ്രൈ ആക്കുന്നില്ല. പിന്നെ ഒറ്റ വാഷിൽ അങ്ങ് ഡാൻഡ്രഫോ ഇതൊന്നും കംപ്ലീറ്റ്ലി റിമൂവ് ആവും എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കാൽപ്പിന് ഒരു നറിഷിങ് എഫക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഡാൻഡ്രഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 വാഷിൽ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലതാണ്. ഇത് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ദിസ് ഇസ് എ ലൈഫ് സേവർ ഗൈസ്. പിന്നെ ഞാൻ ഇത് ആക്ച്വലി ബേറാനച്ചപ്പിന്റെ തന്നെ ഹെയർ ഗ്രൂപ്പ് സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാനൊരു 2 weeks ആയതുള്ളൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞാനൊരു 1 monthന് മേളിലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു പ്രോപ്പർ റിവ്യൂ പറയാം. ഞാൻ ആക്ച്വലി ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഇതിനെ കുറിച്ച്. ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഇതേപോലത്തെ ഒരു ബോട്ടിൽ സ്പ്രേയിലാക്കി വെച്ചിട്ട് ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെറിയ രീതിയിൽ ഹെയറിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിടക്കും. ഇത് ആക്ച്വലി നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് ആക്ട് ചെയ്ത് ആൻഡ് ഓൾസോ മുടി കൊഴിച്ചിൽ റെഡ്യൂസ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഞാനിത് സ്പ്രേ ചെയ്തിട്ട് ആക്ച്വലി ഓവർനൈറ്റ് കംപ്ലീറ്റ് വെക്കാറുണ്ട്. ഒരുപാട് ഇങ്ങനെ സ്പ്രേ ചെയ്താക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ചെയ്തു കൊടുക്കും. അതേപോലെ സ്ട്രാൻഡ്സിലും ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. ഓവർനൈറ്റ് വെക്കുന്നതെന്ന് വെച്ചിട്ട് എനിക്കിത് വേറെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് ചെയ്യരുത്. കാരണം ചിലർക്ക് പെട്ടെന്നായിരിക്കും ഇതിങ്ങനെ രാത്രി വെച്ച് കഴിയുമ്പോൾ തുമ്മലോ പനിയോ അങ്ങനത്തെ ഒക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സ്കാൽപ്പ് ഇത്രയും നേരം വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് രാത്രി ചെയ്യരുത്. നിങ്ങൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് കഞ്ഞിവെള്ളം വെച്ചിട്ട് കഴുകിക്കളഞ്ഞാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഷാമ്പു മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു വാട്ടർ അല്ലേ, ആ വാട്ടറിന് പകരം കഞ്ഞിവെള്ളം എടുത്തിട്ട് ഷാമ്പു അതിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 to 3 minutes എല്ലാം കഞ്ഞിവെള്ളം തലയിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഒരു കണ്ടീഷണറായിട്ട് അത് ആക്ട് ചെയ്യണം. ഒഴിച്ചു വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഓവർനൈറ്റ് വെക്കുന്നതിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാനൊരു 2 days ഒക്കെ കൂടുമ്പോൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. കഞ്ഞാള് ഇരിക്കുന്നതനുസരിച്ച് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ ഹെയർ കെയർ റൂട്ടീന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ്സിൽ ഷെയർ ചെയ്യാം. ബിസിനസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ ബൈ.